ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് പോസ്റ്റർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ട്യൂട്ടോറിയലാണ്. തമ്പനെയിൽ സൈസിൽ എങ്ങനെ ഒരു ചെറിയ പോസ്റ്ററുകൾ ആദ്യം നിർമ്മിക്കാമെന്ന ട്യൂട്ടോറിയലാണ് നാം ആദ്യം മനസ്സിലാക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചൊരു വാക്കാണ് തമ്പനെയിൽ സൈസ്. തമ്പനെയിൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലോട്ടൊക്കെ പോകുമ്പോൾ ചെറിയ ഓരോ വീഡിയോസിൻ്റെയും കാണുന്ന നമുക്ക് ടൈറ്റിൽസൊക്കെ കാണിക്കാൻ വേണ്ടി ഈ കാണുന്നതാണ് ഓരോ തമ്പനെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു സൈസിൽ തമ്പനെയിലിൻ്റെ ഈ ഒരു അളവിൽ എങ്ങനെ നമുക്ക് ചെറിയ പോസ്റ്ററുകൾ തയ്യാറാക്കാമെന്നതാണ് ആദ്യം നാം പരിചയപ്പെടുന്നത്. ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് പല യൂട്യൂബ് ചാനലിൻ്റെയും തമ്പനെയിലുകളാണ്. ഓരോ തമ്പനെയിൽസും നമ്മൾ ആകർഷകമാക്കുന്നതിനനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ ചാനലിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇതേ മാതൃകയിൽ പോസ്റ്ററുകൾ തമ്പനെയിലിൻ്റെ അതേ അളവിൽ തമ്പനെയിൽ സൈസിൽ പോസ്റ്ററുകൾ എങ്ങനെ തയ്യാറാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ആദ്യം ചെയ്യേണ്ടത് PixelLab എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ മൊബൈലിൽ ഞാൻ ഓൾറെഡി PixelLab ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ PixelLab എന്ന് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾ എന്ന് കാണിക്കത്തില്ല, ഓപ്പൺ എന്നേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം PixelLab 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 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇവിടെ നിന്നിട്ട് തന്നെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം PixelLab എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ PixelLabൻ്റെ ഹോം സ്ക്രീനിൽ നമ്മളെത്തി. ഹോം സ്ക്രീനിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്യാൻവാസ് കാണും. നമുക്ക് വർക്ക് ചെയ്യേണ്ട ക്യാൻവാസ് കാണും. ഇവിടെ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വിവിധ തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ എന്ന് പറയും, ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണോ ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നതാണ് ആദ്യത്തേത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ഉള്ള ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യൂട്യൂബ് തമ്പനെയിൽ സൈസിലുള്ളതാണ്. മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെനു നമുക്ക് കിട്ടും. അതിനകത്ത് നിന്ന് ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇമേജ് സൈസ് എന്ന് വരുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കസ്റ്റം എന്നുള്ള ഒരു സൈസാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അതിന് വലതുഭാഗത്തുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ യൂട്യൂബ് തമ്പനെയിൽ എന്നൊരു ഓപ്ഷൻ കാണും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് തമ്പനെയിൽ സൈസിലാണ് നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ എന്ന് കൊടുക്കുക. അതിൻ്റെ സൈസ് അവിടെ വിഡ്ത്തും ഹൈറ്റും കാണിക്കും. നമുക്ക് ഈ ക്യാൻവാസിൽ ആദ്യം ഒരു ഫോട്ടോയാണ് ആഡ് ചെയ്യുമെങ്കിൽ അവിടുത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ ആവശ്യകത ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു ഫോട്ടോയോട് കൂടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് എങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫോട്ടോയെ നമുക്ക് ആവശ്യാനുസരണം എത്ര ഭാഗമാണ് വരേണ്ടത് അതിനെ ക്രോപ്പ് ചെയ്യാം. അത് നമുക്ക് ആരോഗ്യം നമുക്ക് മൗസ് ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്ത് നമുക്ക് ഫോട്ടോയുടെ എത്ര ഭാഗമാണ് വേണ്ടാത്ത ഭാഗം ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഭാഗം നമ്മുടെ ക്യാൻവാസിൽ വന്നു. ഇതിനെ നമുക്ക് ആവശ്യാനുസരണം ഏത് പൊസിഷനിലാണോ ഈ ഫോട്ടോ ഇരിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കോർണറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഡ്രാഗ് ചെയ്ത് അതിനെ വലിയ സൈസാക്കി മാറ്റുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ടെക്സ്റ്റിൻ്റെ ഒരു ലേബൽ ബോക്സ് വരും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആകും. ആ വിൻഡോയിൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇനി ജാപ്പനീസ് എളുപ്പത്തിൽ പഠിക്കാമെന്നാണ് ഞാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഞാൻ മൂന്ന് ടെക്സ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഇനി ജാപ്പനീസ് എന്നുള്ളത് ഒരു ടെക്സ്റ്റും വീണ്ടും അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റും നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് പൊസിഷൻ ചെയ്യാം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബോക്സിൽ അടുത്ത് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ മാറ്റർ നമുക്ക് അത് ചെയ്യുക. എളുപ്പത്തിൽ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ഇംഗ്ലീഷ് കീപാഡാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
അത് ഓക്കെ അടിക്കുക. ഞാൻ രണ്ടാമത്തെ ടെക്സ്റ്റ് എൻട്രി അവിടെ കൊടുത്തു. ഇനി ജാപ്പനീസ് എളുപ്പത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെയും ഞാൻ ടൈപ്പ് ചെയ്യുന്നു പഠിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് കാര്യം മൂന്ന് നിറങ്ങളിലും 3 സ്റ്റൈലിലും കൊടുക്കുന്നതിന് വേണ്ടിയാണ് 3ആയിട്ട് കൊടുത്തത്. ഇനി നാം ചെയ്യാൻ പോകുന്നത് ഓരോ ടെക്സ്റ്റുകളെയും സ്റ്റൈലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫോണ്ടും കളറും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴത്തെ ഭാഗത്ത് എ എന്നൊരു ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക. എ എന്നൊരു ടെക്സ്റ്റിൻ്റെ ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ടെക്സ്റ്റിന് ഫോർമാറ്റ് ചെയ്യാനുള്ള ടൂൾസുകൾ വരും. അവിടെ ടി ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് സൈസ് മാറ്റാനാണ്. അവിടെ നിങ്ങൾ ടിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിനെ സ്ലൈഡർ മാറ്റി നമുക്ക് അതിനെ ആവശ്യാനുസരണം അതിൻ്റെ വലിപ്പം കൂട്ടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം സൈസ് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത് നമുക്കിതിനെ കുറച്ച് ബോൾഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറച്ച് ബോൾഡ് സൈസിൽ അല്ലെങ്കിൽ കളർ മാറ്റണമെങ്കിൽ ഈ കളർ പാലറ്റ് ക്ലിക്ക് ചെയ്യുക. കളർ പാലറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന കളർ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടിക്ക് മാർക്ക് ഉപയോഗിച്ച് നമുക്ക് കൺഫേം ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് ബോൾഡ് ആക്കണമെങ്കിൽ ആ ബി എന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ ബോൾഡ് ആക്കാൻ വേണ്ടിയാണ് ബി എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുന്നത്. ബോൾഡിൻ്റേതാണ്. അങ്ങനെ നമുക്ക് ബോൾഡ് ആക്കാം. താഴെയുള്ള ഓരോ ടൂളുകളും നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റുകളെ സ്റ്റൈലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളുകളാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ നമുക്ക് ആവശ്യാനുസരണം ബോൾഡ് ആക്കിയതിന് ശേഷം ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന് ഒരു സ്ട്രോക്ക് മീൻസ് ആ ടെക്സ്റ്റിൻ്റെ ബാക്ക് കളറായിട്ടൊരു കളർ കൊടുക്കാൻ വേണ്ടി ഒരു സ്ട്രോക്ക് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രോക്കിൻ്റെ ആക്റ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടെക്സ്റ്റ് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. സ്ട്രോക്ക് എഫക്റ്റ് കൊടുത്തത് നമുക്ക് ടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രോക്ക് എന്ന ഒരു ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഷാഡോ എഫക്റ്റ് വേണമെങ്കിൽ ഷാഡോ എഫക്റ്റും തന്നെ നമുക്ക് കൊടുക്കാം. സമാനമായ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ടെക്സ്റ്റും ഇതേ രീതിയിൽ ടെക്സ്റ്റ് സൈസുകളും കളറും സ്ട്രോക്ക് പിന്നെ ഇന്നർ ഷാഡോ ഔട്ടർ ഷാഡോ എന്നുള്ള എഫക്റ്റുകളും നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം അതെങ്ങനെ ചെയ്യുന്നത്.
നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അവസാനം സേവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അവിടെ ഒരു സേവ് ബട്ടൺ ഉണ്ട്. സേവ് ആസ് ഇമേജ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും സേവ് ടു ഗാലറി എന്ന് ചോദിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ ആൽബത്തിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പിക്ചർ സ്റ്റോർ ചെയ്യുന്ന ആൽബത്തിനകത്ത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത വർക്ക് അവിടെ സേവ്ഡ് ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ സേവ് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ സാധിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.